ഡീസലിലും മാനുവലും 4x4 അല്ലേ? തീർച്ചയായിട്ടും അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. പിന്നെ നല്ല രസമുണ്ടോ കാരണം? അത് ഓവറോൾ കാണുമ്പോഴേ ആ കൂളിംഗ് ഒക്കെ അടിച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് 8,25,000 രൂപ കൊടുത്തേക്കാം. 8,25,000 നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. 2017 മോഡല് ഡീസലിൽ ഫുൾ ഓപ്ഷൻ, ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ സ്റ്റാർട്ടുള്ള വണ്ടി. വില നമുക്ക് 8,40,000 രൂപ കൊടുത്തേക്കാം. 8,40,000 കൊടുത്തേക്കാം. നെഗോഷ്യബിൾ ആക്കാം. ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുത്തേക്കാം. അതും ഫുൾ ലോൺ. 2017 മോഡലാണ്. 17 കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ അല്ലേ? ഡീസൽ അടിപൊളി. വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ ഫുൾ കമ്പനി സർവീസിൽ ഡീസൽ വണ്ടി. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മുടെ KL47 യൂസ്ഡ് കാർസ് എന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പേ ഒരു എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. വളരെ ചെറു വിലയ്ക്കുള്ള കുറച്ച് ചെറു വണ്ടികൾ നമ്മൾ ആ ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട്. ഇബ്രാഹിം, ഈ ഒരു എപ്പിസോഡിൽ കുറച്ച് വലിയ വണ്ടികളും കുറച്ച് സെഡാൻ വണ്ടികളും അല്ലേ? കുറച്ച് വില കൂടിയ വണ്ടികൾ. തീർച്ചയായിട്ടും. വില കുറച്ച് കൊടുക്കും നിങ്ങൾ? വില കുറക്കലാണ് നമ്മളെ പരിപാടി. അതെ, വില കൂടിയ വണ്ടികൾ വില കുറച്ച് വേണം. അതും ഫുൾ ടാങ്ക് എണ്ണയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഓണത്തിന് അല്ലേ? സ്പെഷ്യലായിട്ട് എല്ലാ വാഹനങ്ങൾക്കും. അതെ, ഫുൾ ടാങ്ക് എണ്ണ നമ്മുടെ ഫ്രീ ആണ്. പ്രത്യേകം എടുത്ത് പറയാണ് ഓണായിട്ട്. അതെ, ഓണത്തിന്റെ ഒക്കെ ഒരു ഓഫറാണ്. അത് മാത്രമല്ല, നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർ വീഡിയോ കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരും. KL47 സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതെ അതെ അതെ. ഇപ്പൊ നമുക്ക് ഇപ്രാവശ്യം നമുക്ക് കാണിക്കാനുള്ള വണ്ടികളൊക്കെ ഏകദേശം പുതിയ മോഡൽ തന്നെയല്ലേ? പുതിയ മോഡൽ, പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ. അതെ അതെ. എന്നാൽ പിന്നെ നമുക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ലൈക്കും ഷെയർ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും. നമുക്ക് താഴ്ന്നു തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. കിഡിലൻ സാധനം കിടപ്പുണ്ടല്ലോ. ഇതിപ്പോൾ ഏതൊക്കെ മോഡലൊക്കെ? ഇത് 24-25. 24-25 ആണ്. 24-25 വണ്ടിയാ? അടിപൊളി പുത്തൻ വണ്ടിയല്ലേ? ഇതിപ്പോ കിലോമീറ്റർ ഒക്കെയോ? കിലോമീറ്റർ വെറും 12,000 കിലോമീറ്റർ. 12 ഓടിയിട്ടുള്ളൂ. എന്താ അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൗതുകത്തിന് അങ്ങ് എടുത്തിട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. എന്തെങ്കിലും അപാകത ഉണ്ടേക്കാ? ഒരു അപാകതയില്ല. അത്യാവശ്യം കൂളിംഗ് ഒക്കെ ചെയ്ത് അല്ലേ? പക്കാ വണ്ടി. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഷോറൂം കണ്ടീഷനിൽ തന്നെ. അതെ. ഇത് ഡീസൽ ആണോ? ഇത് ഡീസലാ? ഡീസൽ ഫുൾ ഓപ്ഷൻ. ഡീസലിലും മാനുവലും 4x4 അല്ലേ? തീർച്ചയായിട്ടും. അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. പിന്നെ നല്ല രസമുണ്ടോ കാരണം? അത് ഓവറോൾ കാണുമ്പോഴേ ആ കൂളിംഗ് ഒക്കെ അടിച്ചുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ക്വാളിറ്റി വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ആ കൂളിംഗ് ഒക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒന്നുമില്ല. ഇത് ഹിസ്റ്ററി ഒക്കെ പക്കയല്ലേ? ഹിസ്റ്ററി എല്ലാം പക്ക. ഫുൾ കമ്പനി ഹിസ്റ്ററിയാണ്. എന്താ വില? ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഞാൻ തരുന്ന സാധനം അതാണ്. വില വെക്കട്ടെ. വില നമുക്ക് 19,85 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പുതിയതിന് 17,50,000 രൂപ വണ്ടി തരും. 17 ലക്ഷം രൂപ. ഓൾമോസ്റ്റ് അതിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് വരും. ഒരു 2 ലക്ഷം രൂപ കുറവ് വരും. അതെ, 2.5 ലക്ഷം രൂപ. 2 ലക്ഷത്തിൽ പുറത്ത് വരും. ഓക്കെ, 17,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2024-25 പുത്തൻ വണ്ടി കൊണ്ടുപോകാം. അതും TP നിൽക്കുന്ന വണ്ടി അല്ലേ? അടിപൊളി. ഇപ്പൊ എന്തായാലും നോക്കിക്കോളൂ, മിസ് ചെയ്യണ്ട. 4 വീല് മാനുവല് ഡീസൽ നല്ല മൈലേജ് കിട്ടൂലേ? മൈലേജും ഉണ്ട്. അടിപൊളി. അതുപോലെ തന്നെ ഇതാണെങ്കിലും നെക്സോൺ. ഇത് 2022 മോഡല്. 22 ആണ്. ഫുൾ ഓപ്ഷനിൽ പെട്രോൾ മാനുവൽ XZ പ്ലസ് അല്ലേ? അതെ, ഡാർക്ക് എഡിഷൻ ആണ്. ഡാർക്ക് ആണ് അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്, വേറെ കുറ്റമൊന്നും പറയാനില്ല. ഡാർക്ക് ആയതുകൊണ്ട് ഈ പോറലൊക്കെ ഉണ്ട് ശരിക്കും മനസ്സിലാവൂലേ? ഇതിപ്പോ നിലവിൽ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പിൽ. ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണം. ഇന്റീരിയർ പക്ക വണ്ടിയാണ്. തീർച്ചയായിട്ടും. വണ്ടി ലോക്ക് ആയതുകൊണ്ടാണ് കാണിക്കാത്തത്. ശരി, ഇതിപ്പോ നമുക്ക് എന്തൊക്കെ വില? ഇത് നമുക്ക് 8,25,000 രൂപ കൊടുത്തേക്കാം. 8,25. നെഗോഷ്യബിൾ റേറ്റ് ആണ്. മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം. ധൈര്യമായിട്ട് വന്നോളൂ. കിലോമീറ്റർ എത്രയായിരുന്നു പറഞ്ഞാൽ? കിലോമീറ്റർ വെറും 20,000 കിലോമീറ്റർ അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? അടിപൊളി. വെറും 20 ഓടിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ നെക്സോൺ ആണെങ്കിലോ? ഈ നെക്സോൺ ആണെങ്കിൽ 2019 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതേപോലെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ആണ്. വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത ഒന്നും പറയാനില്ല. എല്ലാം പക്കയാണ്. കിലോമീറ്റർ കിലോമീറ്റർ എടുക്കാൻ വെറും 40,000 അട്രാക്റ്റീവ് കിലോമീറ്റർ ആണ്. അത് അടിപൊളിയായിട്ട്. എന്തായാലും ഒന്നല്ലെങ്കിൽ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? തീർച്ചയായിട്ടും. നല്ല ലോ കിലോമീറ്റർ ആണ്. അതെ, നല്ല നീറ്റ് ഇന്റീരിയർ ആണ്. ഒരു കുറ്റം പറയാനില്ല. പിന്നെ ഇതിപ്പോ നമുക്ക് വില എത്ര വരും? വില നമുക്ക് 6,50,000 രൂപ നമുക്ക് കൊടുത്തേക്കാം. 6.5 ലക്ഷം രൂപയ്ക്ക് 19 ഡീസൽ ഓട്ടോമാറ്റിക്, അതും 40,000 കിലോമീറ്ററിൽ. അടിപൊളി കേട്ടോ. വെറും ഒരു അപാകതയില്ല. പക്ക വണ്ടി. മാക്സിമം ലോൺ കൊടുക്കാം. അതാണ്. ഓൾമോസ്റ്റ് ഒരു 6 രൂപയ്ക്ക് ലോൺ കയറില്ലേ? തീർച്ചയായിട്ടും. പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ ആവൂലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതും കൂടി നോക്കിക്കോ. ബ്രസ്സാ ഏതാ മോഡല്? 2017 മോഡല് ഡീസലിൽ ഫുൾ ഓപ്ഷൻ. ഡീസൽ പ്ലസ് ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ സ്റ്റാർട്ടുള്ള വണ്ടി. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ. ഇന്ത്യയിലൊക്കെ പക്ക വണ്ടിയാണ്. ഡ്യുവൽ ടോൺ വണ്ടിയാണ്. അതെ. പിന്നെ കളർ ഒരു സ്പെഷ്യൽ കളറാന്നേ ഉള്ളൂ അല്ലേ? യെല്ലോ വിത്ത് വൈറ്റ്. അതെ. ഇന്ത്യയുടെ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇനി കിലോമീറ്റർ എത്രയാണെന്ന് അറിയണം? കിലോമീറ്റർ ഓടിക്കുന്നത് 90,000 കിലോമീറ്റർ ആണ്.
ജെനുവിനാ? ജെനുവിനാണ്, അത് ഫുൾ കമ്പനി സർവീസ് തന്നെ. അതെ അല്ലേ, ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരുന്ന നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ഒരു കുറ്റം പറയാനില്ല. ഡീസലാണ്, റയർ പീസ്. അതെ. ഇത് വിലയോ? 7,75,000 രൂപ നമുക്ക് കൊടുത്തേക്കാം. 7,75. നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ ആക്കാം, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. വണ്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അപാകതയില്ല, പക്ക വണ്ടിയാണ്. അടിപൊളി. എന്തായാലും നോക്കിയോ, 7,75 നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2021 മോഡല്, ഡീസൽ പെട്രോളോ? ഡീസൽ SX ആണ് വേരിയന്റ് വരുന്നത്. അടിപൊളി, സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, കമ്പനി സർവീസ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ആണ്. 80 ഓടി. ഫുൾ കമ്പനി തന്നെയാണ്, പുറത്തൊന്നും പോയിട്ടില്ല. പിന്നെ പറയുമ്പോ എന്താ പറയാ, ഡീസലാണ്, നല്ല മൈലേജ് കിട്ടും. 20 പുറത്ത് മൈലേജും ഉണ്ട്. നിങ്ങൾ അതിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും ഇന്റീരിയറിൽ ഇട്ട് കൊടുത്തേക്കാം. ഒട്ടുമിക്ക എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, പക്ക വണ്ടിയാണ്. ശരി, എന്താ വില? നല്ല കളറാണ്. എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും ഒക്കെ പക്ക. സൺറൂഫ് അടക്കം അല്ലേ? അതെ. വിലയോ? വില നമുക്ക് 8,40,000 രൂപ കൊടുത്തേക്കാം. 8,40,000 കൊടുത്തേക്കാം. നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ ആക്കാം. 8,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് ഇന്ധനോ? അത് ഉറപ്പല്ലേ? എനിക്ക് ഒന്ന് ഇപ്പൊ ഇതിൽ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് കറങ്ങാനുള്ളത് മൊത്തം മതി അല്ലേ? നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും 21 വണ്ടി 8,40 നിങ്ങൾക്ക് എടുത്തുകൊണ്ടോ. ഡീസലാണ്. അതുപോലെ തന്നെ ഒരെണ്ണോട്ടുണ്ടല്ലോ, അത് 22 മോഡലാണ്. ഇത് 22 ആണ്. 22 പെട്രോൾ മാനുവൽ. എസ് ഓപ്ഷൻ ആണ്. എസ് അല്ലേ, മിഡിൽ ഓപ്ഷൻ ആണ്. അതെ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 40 ഓടിയിട്ടുള്ളൂ. 40. എന്തെങ്കിലും അപാകതൊന്നുമില്ല, ഫുൾ കമ്പനി സർവീസ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. അതെ അല്ലേ, വണ്ടി നല്ല നീറ്റാട്ടോ, ഒരു കുറ്റം പറയാനില്ല. ഇന്റീരിയർ ഫോട്ടോ അയച്ചു കേട്ടോ, വണ്ടി ലോക്കാണ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫോട്ടോസ് ഒന്ന് അയച്ചു കൊടുക്കണേക്കാ. ഫോട്ടോസ്, വീഡിയോസ് വിളിച്ചോളൂ, ഞാൻ അത് കറക്റ്റ് ചെയ്ത് തന്നേക്കാം. അപ്പൊ നമ്മുടെ നമ്പറുകളൊക്കെ വെച്ചിട്ടുണ്ടോ, നോക്കിയാൽ മതി. ഇത് നമുക്ക് എന്തൊക്കെ ഇത് നമുക്ക് 8,20,000 രൂപ കൊടുത്തേക്കാം. 8,25 കൊടുത്തേക്കാം. 8,25. അതെ, 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22 വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? വേറെ അപാകതൊന്നുമില്ല. ലോൺ വേണ്ടവർക്ക് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം, ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ലോ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടി അല്ലേ? അതുപോലെ തന്നെ അടുത്താണ് നമ്മുടെ റിനോൾട്ടിന്റെ ക്യാപ്ചർ. ഇതിനൊരു ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വണ്ടി നമുക്ക് ഫുൾ ഓണിലാണ് കൊടുത്തേക്കാം. ഫുൾ ഓൺ കൊടുക്കാം. ഇത് ഞാൻ പറയുമ്പോൾ ഡസ്റ്ററിനെക്കാളും കിടിലൻ സാധനം അല്ലേ? കുറച്ചും കൂടി പവർഫുൾ ആണ്. അതെ, അത് മാത്രമല്ല എന്തുകൊണ്ടൊക്കെയോ അങ്ങ് മങ്ങിപ്പോയൊരു വണ്ടി അത്. അതെ. സംഭവം നല്ല യാത്രാസുഖവും നല്ല ഡ്രൈവിംഗ് കംഫർട്ടും ഉള്ള 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വണ്ടിയും കൂടിയാണ്. അതെ. ഇത് RX എല്ലാം തോന്നുന്നു അല്ലേ? അതെ, മിഡിൽ ഓപ്ഷൻ ആണ്. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. കിലോമീറ്റർ 40-50 കൂടിയിട്ടുള്ളൂ. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് സർവീസ്, കമ്പനി സർവീസ് ആണ്. അതെ അല്ലേ, ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. ഇത് ക്ലൈമറ്റ് കൺട്രോൾ AC ഉൾപ്പെടെ എല്ലാ സംഗതി ഇപ്പൊ നിലവിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊജക്ടർ, ഹെഡ്ലൈറ്റ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്ക് എന്തൊക്കെയാ വില വരുന്നത്? ഇത് നമുക്ക് 5 ലക്ഷം രൂപ കൊടുത്തേക്കാം, അതും ഫുൾ ഓൺ. മോഡൽ ഏതായിരുന്നു നിങ്ങൾ പറഞ്ഞത്? 2017 മോഡലാണ്. 17 കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസൽ അല്ലേ? ഡീസൽ. അടിപൊളി. അതാണ് 5 ലക്ഷം രൂപയ്ക്ക്. സ്പെഷ്യൽ ആയിട്ട് കിടക്കട്ടെ, നല്ല പ്രൈസ് ആണല്ലോ അല്ലേ? അത് 17 വണ്ടിയാണ് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ നോക്കിക്കോളൂ. ഡീസൽ നല്ല മൈലേജ് ഉള്ള 1.5 ലിറ്റർ എഞ്ചിനും വരുന്ന വണ്ടിയാണ്. വീണ്ടും 7 സീറ്റ് വണ്ടി, 7 സീറ്റർ ആണ്. ഹോണ്ടഡ, അതും 20 കിലോമീറ്റർ മൈലേജ് ഉള്ളത്. അതാണ് ഒരു ഇന്നോവ കുട്ടി. അതെ അല്ലേ, അത്യാവശ്യം എല്ലാ പരിപാടിയും നടക്കും കേട്ടോ. 7 സീറ്റർ. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം മോശമൊന്നുമില്ല. ആൻഡ്രോയിഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കമ്പനി. 2014 മോഡലാണ്. 14 അല്ലേ? 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബി വേരിയന്റ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ഒക്കെ എല്ലാം കമ്പനി തന്നെ. 1 ലക്ഷം കറക്റ്റ് ഹിസ്റ്ററി അല്ലേ? എല്ലാം കറക്റ്റ് ആണ്, ജെന്യൂൻ വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ട്? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 4,60,000 രൂപ കൊടുത്തേക്കാം. 4,60,000 കൊടുക്കാം. അതെ, ലോൺ വേണ്ടവർക്ക് ഒരു 3.25 ലക്ഷം രൂപ ലോൺ കൊടുക്കും. 3.25 ലോണും കയറും. അത് കൊള്ളാട്ടോ, എന്തായാലും മോശമൊന്നുമില്ല. അടുത്തത് 60,000 രൂപയ്ക്ക് ആ സാധനം എടുത്തുകൊണ്ട് പോവാം. അതെ, അടുത്തത് സ്പെഷ്യൽ ആണ്. അതെ, 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ വണ്ടി. ഇത് 17,000 ഓടിയുള്ളൂ. 2018 മോഡൽ, ഫുൾ ഓപ്ഷൻ. വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ, ഡീസൽ, ഫുൾ കമ്പനി സർവീസിൽ ഡീസൽ വണ്ടി. അടിപൊളി. അതായത് മറാസോ ആണല്ലേ? മറാസോ. ഇത് നോക്കിക്കോ, ഇത് W8 M8 ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. നല്ലൊരു NRI കസ്റ്റമേഴ്സിനൊക്കെ നല്ല പക്കയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ വണ്ടി. നിങ്ങളൊരു ഇന്നോവ എടുക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ പ്രിഫറൻസ് കൊടുക്കാം അല്ലേ? അതെ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും എല്ലാം കൊണ്ടും അല്ലേ? അതെ, നല്ലൊരു പവർഫുൾ ആണ്. ഇത് കിലോമീറ്റർ 17,000 കിലോമീറ്റർ, അത് കമ്പനി സർവീസ് തന്നെ. ഹിസ്റ്ററി ഉണ്ട് പക്ക. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? നമുക്കിത് 9,20,000 രൂപ തന്നേക്കാം. 9,25. 2018 മോഡൽ, ലോ കിലോമീറ്റർ, മാക്സിമം ലോൺ കയറ്റാ, നെഗോഷ്യബിൾ റേറ്റ് ആണ്. ഒരു 10-16 കിലോമീറ്റർ മൈലേജും 17 കിലോമീറ്റർ മൈലേജും കിട്ടും. ഇഞ്ചിനാണ്. അതാണ് എന്തായാലും മോശമൊന്നുമില്ല, അതാണ് മുതൽ സാധനമാണ്. അതെ, പ്രത്യേകം പറയാണ്. അത് ഈ കിലോമീറ്ററിൽ ഇനി ഒരെണ്ണം കിട്ടൂല. അതാണ് എന്നെ ആകർഷിച്ചത് ഈ വണ്ടി എടുക്കാനായിട്ട്. ഇനി ഇതാണെങ്കിലോ 2016 മോഡല് W6, 16 മിഡിൽ ഓപ്ഷൻ. അതെ, കിലോമീറ്റർ ഓടിക്കുന്ന 1 lakh ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെയാണ്. അലവിലൊക്കെ ഉണ്ട്.
സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സർവീസ് എല്ലാം ഫുൾ കമ്പനി തന്നെ. നല്ല ഹൈ ക്വാളിറ്റി ബോഡി കാര്യങ്ങള്. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഒന്നുമില്ല. അപാകത ഉണ്ട്, ഞാൻ പ്രത്യേകം എടുത്ത് പറയും. അതെ, ഇതിന് കാണേണ്ടത് ഇന്റീരിയർ അല്ലേ? അതെ, നീറ്റ്. ആ സീറ്റ് നോക്കിയാ, സാധാരണ ഈ സീറ്റാണ് എപ്പോഴും പൊട്ടുക അല്ലേ? ഇത് കമ്പനി സീറ്റ് ആയതുകൊണ്ട് നല്ല നീറ്റ്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അതെ, നല്ല നീറ്റാണ്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വണ്ടി നല്ല ബോഡിയാണ്. റീപ്ലേസ് ഇല്ലല്ലോ? ബോഡി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, പക്കയാണ്. ഓക്കെ, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. 16 മോഡലാണ്. ഇത് നമുക്ക് എന്താ വില വരുന്നത്? നമുക്ക് 6.75 ചോദിക്കണം. അത് നോക്കണ്ട, മാക്സിമം നമ്മൾ കുറച്ച് കൊടുക്കും. 6,75,000. അതെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. നെഗോഷ്യബിൾ ആവും. അടിപൊളി. മാക്സിമം ലോണും കയറും അല്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അടിപൊളി. അടുത്ത ഒരു 14 ഹോണ്ട സിറ്റി, 14 മോഡല്. അതെ, അത് ഡീസലാണ്ടാ. ഡീസലല്ലേ? മൈലേജിന്റെ കാര്യം പറയണ്ടല്ലോ. അതെ, 20 പുറത്ത് മൈലേജ് കിട്ടും. ഇത് കിലോമീറ്റർ ഓടിക്കണ 1 lakh കിലോമീറ്റർ. 1 lakh അല്ലേ? 1 lakh കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. എന്തെങ്കിലും അപാകത ഉണ്ടോ? അപാകത റീപ്ലേസ്മെന്റ് കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. ഫുൾ കമ്പനി തന്നെയാണ്. എസ് ആണെന്ന് തോന്നുന്നു അല്ലേ? എസ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉണ്ട്, എന്നാലും അത്യാവശ്യം മോശമൊന്നുമില്ല. മെയിൻ ആയിട്ട് മൈലേജ് ആണ് ഇതിന്റെ മെയിൻ എടുത്ത് പറയാനുണ്ടോ? കാരണം 20 പുറത്ത് ഉറപ്പായും കിട്ടുന്ന ഒരു വണ്ടിയാണ്. ആ ഹെഡ്ലൈറ്റ് ഒന്ന് ഞാൻ ഓടി വരുന്ന വഴിക്ക് ഞാനുള്ളത് പറയാം, 25 പുറത്ത് കിട്ടി. അത് കിട്ടും, ഉറപ്പാണ്. ആലപ്പുഴ വരുന്ന വഴിക്ക് നല്ല ഹൈവേ ആണെങ്കിൽ എന്തായാലും കിട്ടും. ഈ വേറെ വേറെ ഒന്നുമില്ല, പക്കാ വണ്ടി. അതുപോലെ ഓണർഷിപ്പ് എന്റെ പേരിലേക്ക് മാറിയിട്ടുണ്ട്. സെക്കൻഡായി. അതെ, അവർ നിർബന്ധമായിട്ട് മാറണമെന്ന് പറഞ്ഞ പേരിൽ എന്റെ പേരിൽ മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,50,000 രൂപ കൊടുത്തേക്കാം. 5.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? മോശമൊന്നുമില്ല അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ്. 14 മോഡലാണ്. റയർ പീസ് ആണ്. വണ്ടി പോളിഷ് ചെയ്തല്ലേ കൊടുക്കുള്ളൂ? പിന്നെ വണ്ടി പക്കയായിട്ട് കൊടുക്കാം നമുക്ക്. അതെ, അതിൽ ഫുൾ ടാങ്ക് എണ്ണ അതേപോലെ തന്നെ സ്പെഷ്യലി. ഇതേതാ മോഡല്? ഡീസൽ ഓട്ടോമാറ്റിക് 2014 മോഡൽ. അടിപൊളി. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരണം. 14 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ ഇത്. പിന്നെ കുറച്ച് പൊടി ഉണ്ടെന്നുള്ള ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. ബ്ലാക്ക് കളറുമാണ് അല്ലേ? ബ്ലാക്ക് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 1.30 ആയിട്ടുണ്ട്. അത് ഫുൾ കമ്പനി സർവീസിലാണ്. ഇന്റീരിയർ ഒക്കെ നോക്കി കഴിഞ്ഞാൽ അജോന് മനസ്സിലാവും. പക്ക ഇന്റീരിയർ ആണ്. നല്ല രീതിയിൽ മെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. SX അല്ലേ ഇത്? SX അല്ലേ? SX ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന, ബട്ടൺ സ്റ്റാർട്ട് ഉൾപ്പെടെ വരും. ഡയമണ്ട് കട്ട ലെവി വരും. ഒക്കെ കമ്പനി വരുന്ന അല്ലേ? എല്ലാം കമ്പനിയാണ്. ബോഡി നോക്കിയാൽ നല്ല പക്ക ബോഡി കാര്യങ്ങൾ. കിലോമീറ്റർ ജെനുവിൻ അല്ലേ? കിലോമീറ്റർ എല്ലാം പക്ക സർവീസ് ഹിസ്റ്ററികളാണ്. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 4.50 കൊടുക്കും. 4.5 ലക്ഷം രൂപ. നല്ല അട്രാക്റ്റീവ് റേറ്റ് ആണ്. അതെ, 4,50,000 രൂപയ്ക്ക് അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. അതും ഓട്ടോമാറ്റിക് ആണ്. 80 വരും. ഇതാണെങ്കിലോ? ഇത് 2018 മോഡൽ പെട്രോളിൽ ഫുൾ ഓപ്ഷൻ. പെട്രോൾ അൽഫക്ക് മേലെ. അൽഫക്ക് മേലെയാണ്. അൽഫയ്ക്ക് മേലെ അത് സ്കാറ്റിംഗ് ഒക്കെ വരുന്ന എസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. അതെ, സ്പോർട്സ് അങ്ങനെ വരുന്നുണ്ട്. അതിനൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അടിപൊളി. അത് ലെതർ സീറ്റ് ആയിരിക്കും വരുന്നത്. ബ്ലാക്ക് എഡിഷൻ ആണ് ഉള്ളതൊക്കെ. റയർ സാധനം അല്ലേ? അത്യാവശ്യം നല്ല നീറ്റാട്ടോ വണ്ടി. നല്ല ക്ലീൻ വണ്ടിയാണ്. KL 32 രജിസ്ട്രേഷനിലുള്ള സിയാസിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ് കേട്ടോ. പിന്നെ ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഡോക്ടർ ഓണറാണ്. പ്രത്യേകം എടുത്ത് പറയാൻ ഞാൻ പറയണല്ല. അതിന്റെ ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ട്. സീറ്റിന്റെ ഇന്റീരിയറിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കാം. ലെതർ സീറ്റ് ആണ് വരുന്നത്. ലോക്ക് ആയതുകൊണ്ട് കേട്ടോ. എല്ലാ ഓപ്ഷൻസും വരും അല്ലേ? അതെ. പിന്നെ മോഡൽ ഏതായിരുന്നു? ഇത് 2018 ആണ്. 18 ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ഏറ്റവും ടോപ്പിന്റെ സ്കേറ്റിംഗ് ഒക്കെ വരുന്ന കമ്പനി സ്കേറ്റിംഗ് ആണ്. ശരി, അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി. എന്തായാലും മിസ് ചെയ്യണ്ട, കോൺടാക്ട് ചെയ്തോളൂ. ബ്രേക്കപ്പ് എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ 2 സിറ്റിയും കൂടി കാണിച്ചു കൊടുക്കാം അല്ലേ? അതെ. ഓക്കെ, ഇതിപ്പോ ഏതാ മോഡൽ? ഇത് 2018 മോഡൽ വി ഓട്ടോമാറ്റിക്. വി ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല ക്ലീൻ വണ്ടിയാ അല്ലേ? അതെ, 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. നല്ല സ്പെഷ്യൽ കളറൊക്കെയാണ്. അതെ, ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. അടിപൊളിയാട്ടോ. പക്ക, ഒരു കുറ്റവും പറയാനില്ല, ഒന്നും പറയാനില്ല. അതെ. ഇതിപ്പോ നമുക്ക് എന്തൊക്കെ പ്രൈസ്? ഇത് നമുക്ക് 8,35,000 രൂപ കൊടുത്തേക്കാം. 8.35. 2018 വണ്ടി. 18 കിലോമീറ്റർ കുറവാണ്. അതെ, അതും ഓട്ടോമാറ്റിക് ന്യൂ ഷേപ്പ് അല്ലേ? എന്തായാലും മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ 2016 മോഡല് മാനുവൽ, പെട്രോൾ മാനുവൽ VX ആണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന, ലെവലിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ആണ്. പെട്രോൾ മാനുവൽ ആണ്. സൺറൂഫ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ട് വരും. VX എന്ന് പറഞ്ഞു. എന്തെങ്കിലും അപാകത ഉണ്ടോ? ചെറിയ അപാകതകളൊക്കെ ഉണ്ട്. ബോണറ്റ് കാര്യങ്ങൾ എന്തോ റീപ്ലേസ്മെന്റ് പറയുന്നുണ്ട്. ചെറിയ അപാകത ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് കൊടുക്കാം. അതെ അല്ലേ? വില എത്രയാ? വില നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ്. 5,70,000 രൂപ കൊടുത്തേക്കാം. 5.75 കൊടുത്തേക്കാം. മോഡൽ അതും ഫുൾ ഓൺലി 2016 ഫുൾ ഓപ്ഷൻ. 16 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? നല്ല പ്രൈസ് അല്ലേ? മേജർ ഇടിയില്ലല്ലോ? ഇല്ല, നോർമൽ ഉള്ളൂ. ഹിസ്റ്ററി വേണ്ടവർക്ക് നമുക്ക് ഹിസ്റ്ററി കൊടുക്കാം. 5,70,000 സ്പെഷ്യൽ റേറ്റ്. സ്പെഷ്യൽ റേറ്റ് അല്ലേ? അതെന്നാലും കൊള്ളാട്ടെ. ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട. നല്ലൊരു സിറ്റി നോക്കുന്നവരുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടിയാണ് കേട്ടോ. അവൻ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. മാക്സിമം അലോട്ട്സ് കൊടുക്കണേ. അലോട്ട്സ് കൊടുക്കും. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഫുൾ ടാങ്ക് ഇന്ധനം ഫ്രീ. അതാണ്. ഓക്കെ, ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ KL 47 ന്യൂസ് കാസിൽ
കുറച്ച് വലിയ വണ്ടികളാണ് ഇത്തരം കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നിങ്ങൾ മാക്സിമം വില കുറച്ച് കൊടുക്കണേ, ഓണമൊക്കെയാണ്. തീർച്ചയായിട്ടും വില കുറക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, നിങ്ങൾ വേഗം വരണേ. അതെ, വേഗം നിങ്ങൾ വന്നാൽ മതി. അതെ, നമ്പറൊക്കെ വെച്ചിട്ട് കോൺടാക്ട് ചെയ്തോളൂ. കുറച്ച് വണ്ടി ഇന്ത്യയിൽ ഒന്നും കാണിച്ചില്ല, ഫുൾ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. മറക്കാണ്ട് നിങ്ങൾ വരിക, നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. അതെ, റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാണ്, ഫുൾ ടാങ്ക് എണ്ണ ഫ്രീ ആണ്. എല്ലാവർക്കും ഓണാശംസകൾ. അതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു കില്ലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.